പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ഭാരതം ആഘോഷത്തിലാണ്. സകല മേഖലകളിലും സത്യം പറഞ്ഞാൽ വികസന കുതിപ്പാണ്. ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കൂടിയത് മാത്രമല്ല, കയറ്റുമതിയും നിക്ഷേപവും വർദ്ധിച്ചു. നമുക്ക് പരിശോധിക്കാം GST 2.0 കേവലം ഒരു മാസം കൊണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ. ദേവിക വിശദമായി പറഞ്ഞുതരും. പുതിയ GST നിരക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ട് കൃത്യം ഒരു മാസം പിന്നിടുന്നു. പുതിയ GST നിരക്കിൽ ഭാരതം കുതിക്കുകയാണ്. ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു നവരാത്രി സമ്മാനം. നമുക്ക് പരിശോധിക്കാം GST പരിഷ്കരണം കേവലം ഒരു മാസം കൊണ്ട് രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യത്തേത്, വാഹന വിപണി രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മുച്ചക്ര വാഹനങ്ങൾ 84,000-ഓളം വിറ്റുപോയിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളാകട്ടെ 21.6 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റുപോയത്. എന്നാൽ ചരക്ക് വാഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 3.72 ലക്ഷം യൂണിറ്റുകളാണ് ഇതുവരെയായി വിറ്റുപോയിരിക്കുന്നത്. ഇനി GST പരിഷ്കരണത്തോടെ ഏറ്റവും കൂടുതൽ വികസന കുതിപ്പ് രേഖപ്പെടുത്തിയ മേഖല ഏതാകും? ഉത്തരം ഒന്നേ ഉള്ളൂ, ഇലക്ട്രോണിക് മേഖലയാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ റെക്കോർഡ് വിൽപ്പന ടെലിവിഷനാണ്. 20 മുതൽ 25% വരെയാണ് വർധന. 25 ലക്ഷത്തിലധികം പേർക്കാണ് ഇതുവരെ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ളത്. അമേരിക്കയിലേക്ക് സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി ഉപഭോഗം വർദ്ധിച്ചത് 10%. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ ഭാരതമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിദിന ആവശ്യ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യവിലയിൽ ഏകദേശം 2% കുറവാണ് രേഖപ്പെടുത്തിയത്. മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയ പ്രയോജനമാണ് ഇതുകൊണ്ടുണ്ടായിരിക്കുന്നത്. ആനുകൂല്യം ലഭിക്കുക 140 കോടി ജനങ്ങൾക്കാണ് എന്നുകൂടി കൃത്യമായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വില കുറഞ്ഞത് 54 ഉൽപ്പന്നങ്ങൾക്കാണ്. ലാഭം 2.5 ലക്ഷം കോടി രൂപയാണ് എന്നുകൂടി ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിക്ഷേപ, വ്യാപാര, വ്യവസായ മേഖലകളിൽ വലിയ കുതിപ്പാണ് ഇതിനോടകം തന്നെ കാണാൻ സാധിക്കുന്നത്. വില കുറഞ്ഞത് ചെറിയ കാറുകൾ, സിമന്റ്, കുട, തുകലുൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, നെയ്യ്, പരിപ്പ് തുടങ്ങിയവയാണ്. സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം 20 ലിറ്റർ, നോൺ എയറേറ്റഡ് പാനീയങ്ങൾ, പാദരക്ഷകൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ്. വില കുറഞ്ഞത് വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പെൻസിലുകൾ, സൈക്കിളുകൾ, തുണിത്തരങ്ങൾ എന്നിവയാണ്. നോക്കൂ, ഒരൊറ്റ മാസം കൊണ്ട് കേന്ദ്രം രാജ്യത്ത് എത്രത്തോളം വികസന കുതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക്, നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പല നിരക്കുകൾ ഒഴിവായതിനാൽ വ്യാപാരികൾക്കും നിർമ്മാതാക്കൾക്കും കൂടുതൽ സുതാര്യമായ സംവിധാനം നിലവിൽ വന്നു. മാത്രമല്ല, ലളിതമായ നികുതി സംവിധാനം വിദേശ നിക്ഷേപകരെ ആകർഷിച്ചിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ GST 2.0 ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ നിറവും ആശ്വാസത്തിന്റെ ചൂടും നൽകുന്ന ദീപാവലി സമ്മാനം തന്നെയാണ്.